അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാര്യപരിപാടികൾ പറയാം. ഈസി ഇന്ന് ഫുൾ വീട്ടിൽ തന്നെയാണ്. നമ്മുടെ ഗരാജ് ഒന്ന് സെറ്റാക്കി എടുക്കണം. ജിമ്മും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുണ്ടായതിന് ശേഷം ഓൾമോസ്റ്റ് 7 മാസമായി. അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കണം. കോളുടെ വണ്ടി ഗരാജിനകത്ത് കിടക്കണം. അതൊന്ന് പുറത്തേക്ക് ഇടണം, അതൊന്ന് റീസെറ്റ് ചെയ്തെടുക്കണം, അതൊക്കെ ഒന്ന് കഴുകണം. ന്യൂസിലാൻഡിൽ ഇനി മുതൽ വീടിൻ്റെ പുറത്ത് വണ്ടി കഴുകാൻ പാടില്ല, പുതിയ നിയമം വന്നിട്ടുണ്ട്. കുറച്ച് കുക്കിംഗ് എല്ലാം ചെയ്യാണ്ട് പറ്റുകയാണെങ്കിൽ വൈകിട്ടൊന്ന് വാക്കിങ്ങിന് പോകണം. അതൊക്കെയാണ് ഇന്നത്തെ ചെറിയ കലാപരിപാടികൾ. ഗോളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നിട്ട് കൊണ്ട് ഓക്കെ 4 മുട്ട കേട്ടോ, ടൂ മച്ച് കൊളസ്ട്രോൾ. നമ്മുടെ ജിമ്മ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഗോൾഡയുടെ ഭയങ്കര പഴയ നമ്മുടെ ഒരു കാറാണ് കേട്ടോ ഇത്. ഗോൾഡിലേക്ക് ആദ്യമായിട്ട് മേടിച്ച കാർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കുറെ ഓഫ് റോഡിങ് ചെയ്തിട്ടില്ല, കാണാൻ ഒരു ലുക്കില്ല എന്നുള്ളൂ. പിന്നെ ആള് കുറച്ച് പുലിയാണ്. അതും ഈ മറ്റേ എന്താ പറയുക സാധാ റെഗുലർ ടയറൊക്കെ വെച്ചിട്ട് ഓഫ് റോഡ് ഹൈലക്സ് പോവാത്ത സ്ഥലങ്ങളൊക്കെ താണ്ടിയിട്ടുള്ള കാറാണ് ഇവൻ. നമ്മുടെ ചെടികളൊക്കെ എടുത്തിട്ട് എന്താ പറയുക മീനാക്ഷിയുടെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ്. കുറച്ച് വെയിലിന്റെ ഷെയ്ഡിൽ ഇതൊക്കെ ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്കും അവിടേക്കൊക്കെ മാറ്റി വയ്ക്കണം. നമ്മുടെ പാപ്പന്റെ മൂരിക്കൂട്ടനെ ഇരിക്കുന്നുണ്ടാ. ഈ വണ്ടിയുടെ ബാറ്ററി എന്നും തകരാറാ, പഴയ വണ്ടിയെ കാരണം. ഞാൻ 2 തവണ ഇതിന് പുതിയ ബ്രാൻഡ് ന്യൂ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, കുറെ ഇലക്ട്രിഷനൊക്കെ കാണിച്ചു, പക്ഷെ രക്ഷയില്ല. 2 മാസമായ കാരണം ഞാൻ ഇതിന്റെ നെഗറ്റീവ് ഊരിയിട്ടിരിക്കുകയായിരുന്നു. ഞാനിതിന്റെ നെഗറ്റീവ് തിരിച്ചിട്ടിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇവിടെ സാധാരണ ചെയ്യാറുണ്ട്. നെഗറ്റീവാണ് ഊരിയിടാൻ ഈസിയായ കാരണം ഊരിയിട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ബാറ്ററി ഊരി വയ്ക്കണ്ടേ, അതിനൊക്കെ എളുപ്പമുള്ള പരിപാടിയാണ്. ഇനി നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ കാറ് ഗോൾഡോടെ പോയാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ലേശം കാണാനുണ്ട് ഇങ്ങനെ നല്ലത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വണ്ടി ഇട്ടിട്ട് പോണ ആൾക്കാരുണ്ട് വെച്ചെങ്കിൽ ബാറ്ററി വേണമെങ്കിൽ ഊരി വയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാട്ടാ. നിങ്ങൾക്കൊക്കെ അറിയണ പരിപാടിയായിരിക്കും. വളരെ സക്സസ്ഫുള്ളി ഞാൻ ചെയ്യാറുണ്ട്, എസ്പെഷ്യലി ഈ പഴയ ഓൾഡ്. ഇപ്പോൾ നമുക്ക് നാട്ടിലെ പോലെയല്ല, ഇവിടെ വിൻ്റർ സമ്മർ, വിൻ്ററിൽ എപ്പോഴും ബാറ്ററി പോണ ഒരു പ്രശ്നമുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡിൽ വണ്ടി കഴുകാൻ പാടില്ല? വണ്ടി കഴുകി കഴിഞ്ഞാൽ എത്ര $1000 അല്ലേ ഫൈൻ? 1500-3000 ഒക്കെ. $3000, ഓൾമോസ്റ്റ് 1.5 ലക്ഷം രൂപ. ഇവിടെയുള്ള ആരെങ്കിലും ഒരാൾ വണ്ടി കഴുകണത് വിളിച്ചു പറഞ്ഞാൽ മതി. ഞാൻ അരുമാമ ഇവിടെയുള്ളവരൊക്കെ വണ്ടി കഴുകുന്നവരാണ്. അരുൺ മറ്റേ ഇവിടെ പോയിട്ട് കഴുകാറ്. പിന്നെന്താ അരുമാമയാ? എല്ലാ ദിവസവും അല്ല, കൂടുതലും അവിടെ പോയിട്ട് അല്ല. അരുമാമ എല്ലാ വീക്കിലും ഒരു തവണ ഇവിടെ സൂപ്പറായിട്ട് വണ്ടി കഴുകും. ഈ മറ്റേ റെഗുലർ ആയിട്ടല്ലാത്ത പെട്ടെന്ന്, അതായത് എവിടെയെങ്കിലും പോയി വരികയാണെങ്കിൽ മാത്രമാണ് ഇവിടെ വണ്ടി കഴുകാറുള്ളൂ. ഇതെന്താ ഞാൻ കാണാത്ത അരുമാമേരെ. പിന്നെ ആ മെഷീൻ ആരെ മേടിച്ച് ഇവിടെ വണ്ടി കഴുകി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 1000 മുതൽ എത്ര $1500-$3000 ഫൈൻ ഉണ്ടെന്നാണ് കേട്ടത്. ഞാനതിൻ്റെ എത്രയാണ് ഫൈൻ എന്നൊന്നും ഞാൻ പോയി നോക്കിയില്ല. വണ്ടി കഴുകണ സമയത്ത് നോക്കിയേ, ഇവിടെ ഒരു കണ്ട ഡ്രെയിനേജ് ഉണ്ട്. കണ്ട ഇതേപോലെ എല്ലാ വീട്ടിലും ഇങ്ങനൊരു ഡ്രെയിനേജ് ഉണ്ട്. ഈ വരുന്ന സ്ഥലത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണക്ട് ചെയ്യണ ഒരു മൂലയുണ്ട്. അവിടെ കണ്ട ഇതിൻ്റെ അകത്തേക്കൊക്കെ വെള്ളവും ഡെബ്രിയും അതുപോലെ തന്നെ ഗ്രീസൊക്കെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട അത് ബ്ലോക്ക് ആവും പോലും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് പൈസയാണ് കൗൺസിൽ എല്ലാ വർഷവും ഇറക്കിക്കൊണ്ടിരിക്കണേ. അത് കാരണം നോ മോർ കാർ വാഷിങ്. ഇനി വേണമെങ്കിൽ കഴുകാം. എങ്ങനെയാണെന്നറിയോ? ഇതുപോലെ പുല്ലിലിട്ടിട്ട് വണ്ടി കഴുകാം. പുല്ലിലിട്ടിട്ട് അല്ലെങ്കിൽ ബാക്ക് യാർഡിലൊക്കെ വലിയ പുല്ലും ഗാർഡനൊക്കെ ഉള്ള ആൾക്കാർക്ക് അവിടെ ഇട്ടിട്ട് വണ്ടി കഴുകാം. അങ്ങനെ വണ്ടി കഴുകിയിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ആ പുല്ലിലേക്ക് താന്ന് പോവുകയാണെങ്കിൽ പ്രശ്നമില്ലാന്ന്. ഇനിയിപ്പോൾ പുല്ലുള്ള ഒരു പറമ്പ് മേടിക്കണം വണ്ടി കഴുകാനായിട്ട്, അല്ലാച്ചെങ്കിൽ പണി പോകണം. അപ്പോൾ നമ്മുടെ 2 വണ്ടി ഇനി ഗരാജിൽ കൊണ്ടുപോയി അവിടുത്തെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് കഴുകണം. അപ്പോൾ അതാണ് ന്യൂ ലോ. ഗാർഡനിങ് ചെയ്യണ ഗോൾഡാട്ടാ. സാധാരണ ഗോൾഡ് ചെയ്യാറില്ല, പക്ഷെ കിച്ചണിലെ സിസർ ഉപയോഗിച്ചിട്ടാണ് ഗോൾഡ് ഗാർഡനിങ് ചെയ്യണേ. ഗോൾഡ് ചോദിക്കുന്നുണ്ട് വേറെ മോൻ മേടിച്ച് വെച്ചിട്ടുണ്ടോന്ന്. അതിന്റെ മുന്നിൽ നിന്നാണ് പോയത്. ഞാൻ കണ്ടു ഗരാജിലിരിക്കണേന്ന്. അയ്യോ, അല്ലെങ്കിൽ എന്നെ തെറി വിളിക്കാൻ ആദ്യം അവളെ ഓടിയെത്തും. നോക്കട്ടാ 2 സൂപ്പർ സാധനം ഉണ്ട്. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്ന ടീമാ. അതിനെ പറഞ്ഞ കാരണന്മാർക്ക് അടുപ്പിലും തൂറാം. അപ്പൊ നീയാണല്ലോ ഇപ്പൊ പെണ്ണുങ്ങളല്ലേ ലീഡിങ് ദ ഷോ.
അങ്ങനെ ആര് പറഞ്ഞു? അപ്പൊ നീ തന്നെ എന്നെ പറ്റിയിട്ട് ഒന്ന് റേപ്പ് ചെയ്തെന്ന് പറഞ്ഞേക്കൊക്കെ ഞാൻ അപ്പൊ ജയിലിൽ പോകും. ആ അത് പുതിയൊരു സാധനം. പുതിയ സാധനം ഒന്നും വേണ്ട, പഴയ സാധനം വെച്ചിട്ട് ഞാൻ ചെയ്യണേ. ശശി തരൂർ പുതിയൊരു സംഭവം. പുള്ളിക്കും പുതിയതൊക്കെയാ. ഒരു കാര്യം പറയാനുള്ളത്, men are very vulnerable nowadays guys. നമ്മളിന്നേവരെ സ്വന്തം ഭാര്യനെ തന്നെ നമ്മൾ പേടിച്ചിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെയാണ് ഉത്സിതത്തിനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ്. നല്ല പ്രായത്തിൽ നടന്നില്ല, ഇനിയിപ്പോൾ പറ്റും തോന്നുന്നില്ല. ഇത്തവണത്തെ പൂവൊന്നും കാണാൻ പറ്റില്ല, നല്ല മൊന്ത പിടിച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം. ഇവിടെ നോക്കി കിടക്കണേ പുല്ല് വെട്ടണത്. ഓഹോ, ആ കുഞ്ഞെ ഇതിനെടുത്തിട്ട് വായിലിടുന്നുണ്ട് കേട്ടാ. മുട്ട് വേന എടുക്കണ്ട, ഹാർഡ് യാർഡ്സ് ആണ്. അമ്മേനെ കാണണ്ട. ലഞ്ച് ടൈമാണ് കേട്ടാ. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ നമ്മുടെ ഡെയിലി വ്ളോഗ്സിൽ നമ്മുടെ കൂട്ടത്തിൽ കുക്ക് ചെയ്യാം കേട്ടാ. ഈസി കുക്കിംഗ്. ഇന്നലെ ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ചിക്കൻ ഉപയോഗിച്ചിട്ട് ഞാനൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു ഹാഫ് ഉള്ളി, ഒരു മുഴുവൻ തക്കാളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇട്ടാ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരയ്ക്കുക. ഇനി ഇത് ചിക്കൻ തൈസ്. ഇത് സ്കിന്നില്ലാത്ത ചിക്കൻ തൈസ് ആണ്, അത് കാരണം തീരെ ഫാറ്റ് ഇല്ല. സോ നമുക്ക് കുക്ക് ചെയ്യണ സമയത്ത് ബട്ടർ ചേർക്കണം. ഇപ്പൊ ഞാൻ സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ ബീഫിൽ ഓൾറെഡി ഫാറ്റ് ഉണ്ട്, അപ്പൊ പിന്നെ എക്സ്ട്രാ ഫാറ്റ് കുറച്ച് ചേർത്താൽ മതി. ചിക്കൻ ആണെച്ചെങ്കിൽ 1 കിലോയിലേക്ക് 18 ഗ്രാം 180 ഗ്രാമോളം ഫാറ്റ് ചേർക്കൂട്ടാ. നിങ്ങൾ ഫാറ്റ് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു 100 ഗ്രാം ചേർത്താൽ മതി, കാരണം നമ്മൾ കാർബ്സ് കുറവാണ് കഴിക്കുന്നത്. സി അഗെയിൻ ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. ഇത് നമ്മൾ അരച്ച തക്കാളി സബോള മസാല ഇല്ലേ, അതങ്ങോട്ട് ചേർക്കാം. ഇത് നമ്മുടെ മസാല നന്നായിട്ട് വഴണ്ടി വന്നു. ഓക്കെ, വഴണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഏതെങ്കിലും കമ്പനിയുടെ ചിക്കൻ മസാല റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടില്ലേ, അതങ്ങോട്ട് കുറച്ച് ചേർക്കുക. അല്ലാച്ചെങ്കിൽ മുളക് മല്ലിയൊക്കെ ചേർക്കാട്ടാ. ഞാൻ പറഞ്ഞ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കണം, അതിനാണ്. ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ ചിക്കൻ ചേർക്കുക. എന്താ പരിപാടി കഴിഞ്ഞു. ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇത് അടച്ചു വെച്ചിട്ട് തീ കുറച്ച് ഒരു 10 മിനിറ്റ് വേവട്ടെ കേട്ടാ. 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടാ. നോക്കിയാ ചിക്കൻ കറി ഈസ് ഓൾമോസ്റ്റ് റെഡി. ഓക്കെ, മേ ബി അനദർ 5 more minutes. ചിക്കൻ കറി നമ്മുടെ സെറ്റ് ആവും. കണ്ട. ഓക്കെ, പുളിക്കായിട്ട് കുറച്ച് നാരങ്ങ നൂടില്ല, എല്ലാം പോയിട്ട് ഷോപ്പ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് തേങ്ങാപ്പാലോ ക്രീമോ ഇതിൽ ചേർക്കാട്ടാ. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ക്രീമോ തേങ്ങാപ്പാലോ ചേർക്കാട്ടാ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ഇല്ലാത്ത കറിയായിരിക്കും ഇഷ്ടം. ഞാൻ കുറച്ച് ചാറ് ഇങ്ങനെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി ഞാൻ നമുക്ക് പേടിയുള്ള മറ്റൊരു സാധനം കൂടി ചേർക്കുകയാണ്, ഒരു തരിയും കൂടെ ബട്ടർ. സോ അപ്രോക്സിമേറ്റ്ലി ഇതിലൊരു 100-140 ഗ്രാം ഫാറ്റ് മാത്രം നമ്മൾ ചേർത്തിട്ടുണ്ട്. 1 കിലോയും ഒരു 100-200 100-200 ചിക്കൻ ഉണ്ടായിരിക്കും. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് വെട്ടി തിളക്കട്ടെ. ദെൻ അവർ കറി റെഡി. നമ്മുടെ ചോറും കറിയൊക്കെ റെഡിയായി. ആൻഡ് ലഞ്ച് ടൈം. ഈസി ലഞ്ച്. ഒരുപാട് സമയമൊന്നും ഫുഡ് ഉണ്ടാക്കാനൊന്നും വേണ്ട കേട്ടാ. കറി നോക്കിയേ, കണ്ടാ നല്ല വെള്ളയപ്പം സ്റ്റ്യൂ. എടാ ടി വി ഓഫ് ചെയ്തടാ. ഏത് നേരവും ഈ സാധനം എന്തിട്ടാ ആരോട് കഴിക്കണേ? ഇതാ നിർത്തിയറാ. ഫുഡ് കഴിക്കണ നേരത്തെ ടി വിയിൽ ഇങ്ങോട്ട് പോയി സകലം എന്താ ടി വി ഉണ്ടല്ലോ ഫുഡ് ഇറങ്ങുള്ളൂ. നല്ല സൂപ്പർ താറാവ് മപ്പാസൊക്കെ പോലെ നല്ല രാവിലെ ഇനിയിപ്പോൾ ആരെങ്കിലും പുട്ടാ ചപ്പാത്തിയാ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ ഈസി കറിയാണ്. സം ജാസ്മിൻ റൈസ്. പ്ലേറ്റ് എടുത്തിട്ട് പോയിട്ട് എല്ലാവർക്കും പ്ലേറ്റ് എടുത്തോട്ടോ. ഇത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ജാസ്മിൻ റൈസ് ആണ്. ആക്ച്വലി ഒരു പേരേ ഉള്ളൂ. നമ്മുടെ ഒറിജിനൽ ജാസ്മിൻ റൈസിന്റെ അത്ര ഒരു പ്രാവശ്യം തെറ്റിയിട്ട് മേടിച്ചത്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഭയങ്കര തല്ലിപ്പൊളി ജാസ്മിൻ റൈസാണ്. നമ്മള് 2 കുഞ്ഞ കയ്യില് ചോറ് എടുത്തിട്ടുള്ളൂ കേട്ടാ. കറി ഓൾറെഡി തൈര് എടുക്കണ്ട. മതിയോ? അതാണോ? നാട്ടിൽ നിന്ന് കുറച്ച് അച്ചാറ് ഗോളുടെ ആന്റി കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഉണക്കമാങ്ങിയാണോ? എന്റെ പ്ലേറ്റില് സൈഡ് മതിയാ. എനിക്കറിയായിരുന്നത് നല്ല കൈ അനങ്ങാണ്ടിരിക്കില്ലല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ഈവനിങ് കേട്ടാ. സമയം 6:15. ന്യൂസിലാൻഡിൽ സമ്മർ ടൈമിൽ സൺസെറ്റ് ആവണമെങ്കിൽ
ഓക്കെ. പീക്കിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏതാണ്ട് 8:30 കഴിയും. ഇനി എത്ര മണിയാണെന്ന് നോക്കിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചാൽ കേട്ടോ, ഞാൻ പുല്ല് വെട്ടാൻ പോവാണ്. ഇപ്പോൾ ഒരു സംഭവം കണ്ടാൽ വെട്ടാൻ പോണ സമയത്ത് അതിനൊക്കെ പിന്നെ നമ്മുടെ സണ്ണ് നോക്കിയേ അല്ലേ. എക്കോ സിനിമയിലെ കുറേ ഷോട്ടുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാ? ഒരു ഗോപ്രോ ഫീലിംഗ് ഷോട്ട് ഉണ്ട് എക്കോയില്, കണ്ട? നമ്മൾ ഈ ബംബുബി എന്ന് കേട്ടിട്ടില്ലേ, തേനീച്ച, വൈൽഡ് ബീ ആണ് ബംബുബി. ഓക്കെ. ഇത് ഈ പൊത്ത് കണ്ടാ, ഈ പൊത്തിൻ്റെ കൂടി കയറിപ്പോയി. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാ? ബംബുബി എപ്പോഴും മണ്ണിൻ്റെ അടിയിലാണ് താമസിക്കുക. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ, നമ്മുടെ സാധാ ബീനേക്കാളും ഏറ്റവും കൂടുതൽ, അതായത് ഫുൾ ടൈം ഒരു ദിവസം ഉണ്ടായി കഴിഞ്ഞാൽ ആ ദിവസത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോളിനേഷൻ ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ അവരവരെ തേനെടുക്കുന്ന സമയത്ത് പൂക്കളിലൂടെ നടന്ന് എന്താ പറയുക കായൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തേനീച്ചയാണ് ബംബുബിട്ടാ. ബംബുബി അല്ലെങ്കിൽ കുറേ ബീസ് ഉണ്ട് ആ കാറ്റഗറിയിൽ പെട്ടത്. മറ്റേത് മുഴുവൻ ഫാമിങ്ങിന് ഉപയോഗിക്കുന്ന തേൻ്റെ ഇതാണ്. ഇപ്പോൾ ഈ ടൈപ്പ് ഓഫ് ബീസ് ആക്ച്വലി ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി? അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ബംബിയുടെ ഇത് നിലത്ത് കാണുന്നത്. ബംബിൾബി ഇങ്ങനെ വന്ന് പറക്കണ കണ്ടിട്ടുണ്ടെങ്കിലും മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങി പോണ ഒരു ഭാഗം കണ്ടിട്ടില്ല. അതിൻ്റെ ക്യൂരിയോസിറ്റി ഇങ്ങനെ കാണിച്ചു തന്നത്. ഓ, സർക്കിറ്റ് കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും. സർക്കിറ്റ് അതെ, ബൈക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും. കുട്ടികൾക്കും ഫ്രണ്ട്സ് ഉണ്ട്, ഗോൾഡയ്ക്കും ഫ്രണ്ട്സ് ഉണ്ട്. സോ മെനി കുട്ടീസ്. ഹൗ വാസ് ദ റൈഡ്? How was the ride? Oh, that's good. ആണോ, കുട്ടിക്ക് ഇഷ്ടമായാ? ബ്യൂട്ടിഫുൾ റൈഡ് ആയിരുന്നാ? എച്ചമുട്ടന് എന്താ? എച്ചമുട്ടന് പറയും ലുക്ക് ഉണ്ടായിരുന്നില്ല ബാക്കിലായ കാരണം. നമുക്ക് 2 ഫ്രണ്ടിൽ ഇരിക്കണത് മേടിക്കണം അല്ലേ കുഞ്ഞപ്ര? അല്ലേ? ബ്യൂട്ടിഫുൾ ഈവനിങ്, നല്ല രസം, നല്ല സൺലൈറ്റ്. നല്ല സൺലൈറ്റ് ആണോ? ഓ, ദാറ്റ്സ് ഗുഡ്. കുക്കു, സാത്തു, നിറച്ച് പെൺകുട്ടികളാണോടാ, നീ മാത്രമുള്ളൊരു പോയി എവിടെ? ഈ പെട്ടിക്കകത്തൊരു കുഞ്ഞൊരു പോയി കൂടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അത് വരുമ്പോഴേക്കും നീ കല്യാണം കഴിക്കാറാവോടാ സാത്ത്? ഉണ്ട് അവിടെ കണ്ടു. ഓക്കെ, അതിനകത്ത് ബ്യൂട്ടിഫുൾ ഡേ ഇൻ കിവിലാൻഡ്. അപ്പോൾ ഇന്ന് അവസാനിക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഡിന്നറേ ഉള്ളൂ. പറ്റിങ്ങ എക്കോ മൂവി ഒന്ന് കാണണം, അതാണ് ഇന്നത്തെ പരിപാടി. അടിപൊളിയായിരുന്നു. ഇപ്പോൾ നാളെ നമ്മൾ എന്താ കണ്ടന്റ് ചെയ്യുക? നാളെ നമ്മൾ എന്ത് കണ്ടന്റ് ചെയ്യും? അല്ലയ്യ, ബ്യൂട്ടിഫുൾ ഹെൽത്തി മീൽ. മേക്ക് ഷുവർ prioritize diet, okay? Prioritize movement, prioritize gym, workouts, family time is more important than screen time, okay? So all the best. with super video ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാൻ. ബൈ ഫോർ നൗ, ബൈ.